ബി.ജെ.പിയെ തോൽപ്പിക്കാനുള്ള ഒരു അവിഹിത സഖ്യം പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. CPM വർഗീയവാദികളാണ്, CPM കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ്, CPM അഴിമതിയുടെ ആളുകളാണ്. ബി.ജെ.പിക്ക് അനുകൂലമാണ് കാര്യങ്ങളെല്ലാം. കേരളത്തിൽ ഒരു വലിയ ശക്തിയായി ഞങ്ങൾ മാറും. താങ്കൾ സൂചിപ്പിച്ച ഒരു BJP ഒരു ഹിന്ദു പാർട്ടിയാണോ? ബി.ജെ.പി ഹിന്ദു പാർട്ടിയാണെന്നുള്ളത് ഒരു നുണപ്രചരണം. ബി.ജെ.പി ഒരു ഇന്ത്യൻ പാർട്ടിയാണ്, ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. ഇപ്പം വേണമെങ്കിൽ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയാൽ അവർ വിളിക്കുക, അവർ ഹിന്ദു എന്നാണ് വിളിക്കുക. അപ്പം ആ അർത്ഥത്തിൽ ഒരു ഹിന്ദു സംസ്കാരത്തിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ ക്രിസ്ത്യാനിയായാലും, ഇവിടുത്തെ മുസ്ലിം ആയാലും, ഇവിടുത്തെ ജൂതനായാലും, ഇവിടുത്തെ സിഖ് ആയാലും എല്ലാം ഈ ഒരു ഭാരതീയ ഹിന്ദു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ആ പാരമ്പര്യത്തെയും ദേശീയതയെയും ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് ഈ വിമർശനം വരുന്നത്. ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നാണ്. എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനമാണ്. കഴിഞ്ഞ 11 കൊല്ലത്തെ നരേന്ദ്രമോദിയുടെ വികസനം നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ നൂറുകണക്കിന് ക്ഷേമ പദ്ധതികളുണ്ട്. പാവപ്പെട്ടവർക്ക് ഗ്യാസ് കൊടുക്കുന്നു, അത് ജാതിയും മതവും നോക്കിയിട്ടാണ് കൊടുത്തത്. പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്നു, അത് ജാതിയും മതവും നോക്കിയിട്ടാണ് കൊടുത്തത്. പാവപ്പെട്ടവർക്ക് റേഷൻ കൊടുക്കുന്നു, അത് ജാതിയും മതവും നോക്കിയിട്ടാണ് കൊടുത്തത്. ഡിജിറ്റൽ ഇന്ത്യയായി എല്ലാ മേഖലകളിലും വന്നിട്ടുള്ള സൗകര്യങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. ഹജ്ജിന്റെ കാര്യത്തിൽ താങ്കളുടെ ഒരു ഇടപെടൽ അത് വലിയ രീതിയിൽ എല്ലാവരും സ്വാഗതം ചെയ്യപ്പെട്ടതാണ്. വലിയ പണം കൊടുത്ത് ഹജ്ജിന് പോകേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് ഒരു മിനിമൈസ് ചെയ്യുന്ന രീതിയിലേക്ക് താങ്കളുടെ ഒരു ഇടപെടൽ ഉണ്ടായി. അങ്ങനെയുള്ള ഇടപെടലൊക്കെ ഈ മുസ്ലിം സമുദായത്തിനിടയിൽ നടത്തുമ്പോൾ പോലും അവർക്കൊരു ഭീതിയാണ്. SIR വരുന്നു, പൗരത്വ ഇത് വരുന്നു, ഇതൊക്കെ ഇവിടുത്തെ മുസ്ലിങ്ങളെ അങ്ങ് ഇല്ലായ്മ ചെയ്യാനും പാകിസ്ഥാനിലേക്ക് അയക്കാനും ഒക്കെയുള്ള ഒരു പദ്ധതിയായിട്ടാണ് അവർ കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഭീതി അവരിൽ ഉണ്ടാകുന്നത്? ഇപ്പോൾ ഹജ്ജ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രസ്ഥാനമാണ്, ഹജ്ജ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം ആ ഹജ്ജ് കമ്മിറ്റിയിൽ ഞാൻ ചെന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് അതുവഴി അഴിമതിയുടെ കേന്ദ്രമായിരുന്നു. ഞങ്ങളതെല്ലാം അവസാനിപ്പിച്ചു. ഇവിടുന്ന് 1,75,000 ആൾ ഹജ്ജിന് പോകും. അവർക്ക് 2 ബാഗ്, 2 പുതപ്പ്, ഒരു കൊട ഒക്കെ വാങ്ങിക്കൊടുത്ത് ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ്, ഫ്രീ ആണെന്ന് വെച്ചാൽ ഞങ്ങൾ ഹാജിമാരിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് അവർക്ക് സേവനം ചെയ്യാനും. ഞാൻ പറഞ്ഞു 3.5 ലക്ഷത്തിന് ഹജ്ജിന് പോകുന്ന പുതപ്പ് വാങ്ങാനും കുട വാങ്ങാനും അറിയാം, അത് നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു കമ്മീഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിച്ചു. ഇങ്ങനെ നിരവധി അഴിമതികളുണ്ട്. അതൊക്കെ നമ്മൾ VIP കോട്ടയുണ്ടായിരുന്നു, അത് ഞങ്ങൾ അവസാനിപ്പിച്ചു. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. ഇബ്രാഹിം നബീൻ്റെ വിളിയുള്ളവർ മാത്രം ഹജ്ജിന് പോയാൽ മതി എന്നാണ് വിശ്വാസികൾ പറയാം. അപ്പോൾ ആ വിധത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും മുസ്ലിം സമുദായത്തിലെ പ്രമാണിമാർ അല്ലെങ്കിൽ ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിലെ വലിയ പ്രമാണിമാരാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് ടൂർ ഓപ്പറേറ്റർമാർ. അവരാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ അഭിപ്രായ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആൾ. ഇപ്പോൾ ഒരു അനുഭവം ഞാൻ പറയാം, ഞാൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല. AP ഉസ്താദിനെ കാണാൻ ഞാൻ പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞു, അബ്ദുള്ള കുട്ടി ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് ഒരാൾ കിട്ടുന്നതാണ്, ഇതൊരു ദേശീയ പദവിയല്ല, ഒരു ഇൻ്റർനാഷണൽ പദവിയാണെന്നെല്ലാം പറഞ്ഞ് എന്നെ അഭിനന്ദിച്ചു. എന്നിട്ട് അദ്ദേഹം എന്നോട് ഉപദേശിച്ചത് എന്താണെന്നറിയാം, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇപ്പോൾ പ്രൈവറ്റ് കോട്ട 30% ഉള്ളൂ, അത് 50% മാറ്റണം, അത് നമ്മുടെ സമുദായത്തിന് വലിയ ഗുണം ചെയ്യും. സത്യത്തിൽ സമുദായത്തിലെ പ്രമാണിമാരായിട്ടുള്ള ടൂർ ഓപ്പറേറ്റർമാർക്കേ അത് ഗുണം ചെയ്യും, അവർക്ക് കൊള്ളയടിക്കാൻ പറ്റും. ഉസ്താദിൻ്റെ ഉപദേശം കേട്ടതിന് ശേഷം ഞാൻ ചെയ്തതെന്താണെന്നറിയാം, തൊട്ടടുത്ത വർഷം 30% കോട്ട 20% വെട്ടി ചുരുക്കി. ഉസ്താദ് മാത്രമല്ല, സ്വകാര്യ പ്രമാണിമാരൊക്കെ ഞെട്ടിപ്പോയി.
കാരണം ഞങ്ങൾ 3.5 ലക്ഷത്തിന് ആളെ കൊണ്ടുപോകുമ്പം അവർ 6 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആളുകളെ ലൂട്ട് ചെയ്യായിരുന്നു. ഇവിടുത്തെ ഒരു സമുദായ സംഘടന മത നേതാക്കളും അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. ഞാനൊരാൾ മാത്രമാണ് അതിനെതിരെ സംസാരിക്കുന്നത്. അവർ മുഴുവൻ എൻ്റെ ശത്രുക്കളാണ്. പക്ഷേ ഇവിടുത്തെ മഹാഭൂരിപക്ഷം സാധാരണ ഹജ്ജിന് പോകുന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ എനിക്ക് കണ്ണിലുണ്ണിയാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പിന്നീട് ഞങ്ങളത് 30% ഉയർത്തി. കാരണം എന്ന് വെച്ചാൽ 80% ആക്കിയപ്പോൾ ഗവൺമെൻറ്റിന് 1,75,000 ആളെ കൊണ്ടുവന്നതാണ്. ഈ ഒരു വലിയ ആളുകളെ ഗ്രൂപ്പിനെ കൊണ്ടുപോകാന്ന് പറയുന്നത് വലിയൊരു ഹെഡേക്കാണ്. അപ്പോൾ പ്രൈവറ്റും കൂടി കുറച്ച് ആളുകൾ സർവീസ് നടത്തിയാൽ മാത്രമേ നമുക്കിത് ഭംഗിയായി നടത്താൻ പറ്റൂ എന്ന അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പോൾ 70% 30% തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെ നന്നായി കാര്യങ്ങൾ ചെയ്തിട്ടും കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രമാണിമാരായിട്ടുള്ള ഇപ്പോൾ AP ഉസ്താദിൻ്റെ വികാരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആരുടെ പക്ഷത്ത് അവർ നിൽക്കുന്നത്. അതുപോലെയുള്ള മത നേതൃത്വമാണ് ഞങ്ങൾക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നത്. ഇപ്പം CIA വരുമ്പോൾ ഇവർ പറഞ്ഞെന്താണ്, മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് അയക്കുന്നതാണ്. എന്താണ് വസ്തുത? നമ്മുടെ തലശ്ശേരിയിലെ ഒരു കറാച്ചിക്കാരത്തി ഇന്ത്യൻ പൗരത്വം കിട്ടി. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പാകിസ്ഥാൻ പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ കണ്ട് പ്രണയിച്ച് കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു. അവളെ പേരിൽ അവൾ അപേക്ഷ കൊടുത്തു. അമിത്ഷാജിയാണ് അവളെ പൗരത്വത്തിന് ഒപ്പിട്ട് കൊടുത്തത്. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ്? ഇന്ത്യയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ് മുസ്ലിം ന്യൂനപക്ഷത്തിന് എതിരല്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. ഇപ്പം ഞാൻ ഹജ്ജ് കമ്മിറ്റി എന്ന ചെയർമാൻ എന്ന നിലയിൽ ഇന്ത്യ മുഴുവൻ പാർട്ടിയുടെ ദേശീയ ഒരു ഭാരവാഹി എന്ന നിലയിൽ ഇന്ത്യയിൽ മുഴുവൻ യാത്ര ചെയ്യാൻ പറ്റിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ, കോൺഗ്രസിൻ്റെ പ്രതാപകാലത്ത്, അല്ല മുലായം സിംഗിൻ്റെ മായാവതിയുടെയൊക്കെ പ്രതാപകാലത്ത് UP ഒരു താറിട്ട റോഡ് ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്താണ് മുസ്ലിങ്ങളുടെ കോളനി തുടങ്ങുന്നത്. ഒരു വൈദ്യുതി ലൈൻ, ഒരു കുടിവെള്ള പദ്ധതി ചെന്ന് അവസാനിക്കുന്നതാണ് മുസ്ലിങ്ങളുടെ കോളനി. പൂർണ്ണമായി അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്കിപ്പോൾ വൈദ്യുതി എത്തിച്ചത്, കുടിവെള്ളം എത്തിച്ചത്, റോഡ് എത്തിച്ചത് മോദി യോഗി ഡബിൾ ഇഞ്ചൻ സർക്കാരാണ്. അപ്പം മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പറയുന്നത് തെറ്റാണ്. ഞങ്ങളെതിരാണ്. മുസ്ലിങ്ങളുടെ എന്നല്ല, കമ്മ്യൂണിസ്റ്റുകാരിലെ നക്സലൈറ്റുകൾക്ക് എതിർത്ത് അവരെ ഉന്മൂലനം ചെയ്തതുപോലെ മുസ്ലിങ്ങൾക്കിടയിലെ തീവ്രവാദികളെ ഞങ്ങൾ ഉന്മൂലനം ചെയ്യും. അതിന് യാതൊരു കോംപ്രമൈസും. ഈ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം മുഖമായിരുന്നു മുക്താർ അബ്ബാസ് നഖ്വി. കേന്ദ്രമന്ത്രിയായിരുന്നു. BJP എപ്പോഴും ഉയർത്തിക്കാട്ടിയ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഒരു നേതാവ്. പ്രതാപകാലത്തല്ലാതെ കാലത്ത് പോലും മുക്താർ അബ്ബാസ് നഖ്വി എന്നത് ഒരു ഐക്കണായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ AP അബ്ദുള്ളക്കുട്ടിയൊക്കെ വരുന്നത്. പക്ഷെ മുക്താർ അബ്ബാസ് നഖ്വിയെ MP ആക്കി, കേന്ദ്രമന്ത്രിയാക്കി, ഇതൊക്കെ എപ്പോഴും ഒരു നമുക്ക് ഒരാൾ വേണം എന്നുള്ള രീതിയിൽ ഒരാളെ. പക്ഷെ ഇപ്പോൾ MP ഇല്ല, മന്ത്രിയില്ല. അതൊക്കെ ഏത് രീതിയിലാണ്? അങ്ങനെയൊക്കെ അല്ലേ ഈ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നത്? അത് കേരളത്തിൽ നടക്കുന്ന ഒരു നുണപ്രചരമാണ്. നമുക്ക് MLA ഉണ്ട്, നമുക്ക് MP ഉണ്ട്, നമുക്ക് മന്ത്രിയുണ്ട്. കേന്ദ്ര മന്ത്രിസഭയിലില്ല. ഇപ്പം ഞാൻ പറയാം, ഞങ്ങൾക്ക് ത്രിപുരയിൽ ഒരു മുസ്ലിം MLA ഉണ്ട്. നമ്മുടെ സദാനന്ദൻ മാഷെ രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്ത് MP ആക്കിയതുപോലെ അതിന് 3 വർഷം മുമ്പ് കാശ്മീരിൽ നിന്ന് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളെ രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് സദാനന്ദൻ മാഷ നോമിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് UP യോഗി മന്ത്രിസഭയിൽ മൈനോറിറ്റി മന്ത്രി മുസ്ലിമാണ്. ഒരു അലിഗഡ് സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി അദ്ദേഹം MLA ആയിട്ടില്ല, പക്ഷേ MLC ആക്കിയിട്ടാണ് ആൾ മന്ത്രിയാക്കിയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾക്ക് MP ഇല്ലാത്തത് BJPയുടെ കുറ്റമല്ല. ഞാൻ പാർട്ടിയിൽ വന്ന ഉടനെ മലപ്പുറം ബൈ ഇലക്ഷനിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് രാജിവെച്ച ഒഴിവിൽ ബൈ ഇലക്ഷൻ ലോക്സഭയിൽ വന്നപ്പോൾ ഞാനായിരുന്നു സ്ഥാനാർത്ഥി. എനിക്ക് വോട്ട് ചെയ്തില്ല. എൻ്റെ കൂടെ BJPയിലെത്തിയിട്ടുള്ള ഡോക്ടർ അബ്ദുൽ സലാം, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ VC, അദ്ദേഹത്തെ ലോക്സഭയിൽ മത്സരിപ്പിച്ചു, ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹം നിയമസഭയിൽ മത്സരിച്ചു, ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ BJPക്കെതിരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുപക്ഷെ മീഡിയ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത് ന്യൂനപക്ഷത്തിനെതിരാനുള്ള പ്രചരണത്തിൽ കുടുങ്ങി ഒരുപക്ഷെ ഒരു സ്ഥാനാർത്ഥി യോഗ്യതയുള്ള ആളുകളൊന്നും ഇപ്പം നമ്മളെ കൂടെ വന്നിട്ടില്ല. പല സ്ഥലത്തും ഇല്ല എന്നാണ് പറയാം. വന്ന സ്ഥലത്ത് നമ്മളാക്കിയിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കൂ, തൃശ്ശൂരിൽ നിങ്ങൾ പറഞ്ഞല്ലോ പുറകോട്ടടിച്ച്, അവിടെ മുംതാസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം വനിത, ഒരു നാഷണൽ മുസ്ലിം
അവിടെ ജയിച്ചു വന്നിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ നമ്മൾ മുസ്ലിം റസിയ എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീ സ്ഥാനാർത്ഥിയാക്കി. നമ്മുടെ കോഴിക്കോട് അബ്ദുൾ റസാഖ് കോർപ്പറേഷനിൽ മത്സരിച്ചു. നിരവധി സ്ഥലത്ത് മുസ്ലിം ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ 2 വൈസ് പ്രസിഡന്റുമാർ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ്. അതിലൊരാളാണ് ഞാൻ. അപ്പം BJP മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്ന് പറയുന്നത് ആ ഒരു പ്രചരണം പഴയതുപോലെ തന്നെ ഇവിടെ വിലപ്പോകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ AP അബ്ദുള്ള കുട്ടിയെ പറ്റി പറയുമ്പോൾ ദേശീയ മുസ്ലിം, താങ്കൾ പറഞ്ഞ ഒരു വാചകമാണ് ദേശീയ മുസ്ലിം. അത് വെച്ച് ട്രോളിയിട്ടുണ്ട് താങ്കളെ. ഇപ്പോഴും പറയുകയാണോ ദേശീയ മുസ്ലിം എന്നുള്ള ഒരു ഇത് അതിലേക്ക് വരണം എന്നാണോ നിങ്ങൾ എല്ലാവരോടും പറയുന്നത്? ഇത് ദേശീയ മുസ്ലിം എന്നുള്ള വികാരം എന്നെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ദേശീയ മുസ്ലിമായി മാറാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ മദ്രസ പഠനമാണ്. ഞങ്ങളെ എല്ലാം ഈ സുന്നി സമസ്തയുടെ കീഴിലുള്ള സുന്നി മദ്രസയിൽ പഠിച്ചതാണ്. ഞങ്ങളന്ന് മൗലാക്കന്മാർ പഠിപ്പിച്ചത് നമ്മുടെ ഈമാൻ്റെ ഭാഗമാണ് ദേശസ്നേഹം. ആ കുട്ടിക്കാലത്ത് പഠിച്ച് അത് നമ്മുടെ മനസ്സിൽ കയറി പിടിച്ച് ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഞാനിപ്പോഴും പറയുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ദേശീയ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മുസ്ലിങ്ങളെ മാറ്റിക്കൊണ്ടുപോകുന്നൊരു വിഭാഗം ശക്തമായി വളർന്നു വരുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ആ ജമാഅത്ത് ഇസ്ലാമിയുടെ രൂപവും ഭാവവും കണ്ടാൽ നമുക്കൊരു ഭയങ്കര മോഡേൺ ആണ് തോന്നും. അവരുടെ പള്ളിയിൽ ജീൻസും ടീഷർട്ടെല്ലാം ഇട്ടിട്ട് കുത്തുബ പ്രസംഗം നടത്തുന്ന ഉസ്താദുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ കാഴ്ചപ്പാട് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, മൗദൂദിവാദമാണ് അവരുടേത്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമാണ്. അവരുടെ ഒരു അപകടം എന്ന് പറയുന്നത് അവർ പല നേതാക്കളും പ്രസംഗിച്ചത് ഇസ്ലാമിക ഭരണം വന്നാലേ നമ്മുടെ നിസ്കാരം പോലും ബാത്തിലാവുന്ന അവർ പറയുന്നത്. വളരെ അപകടകരമാണ്. ഒരു സെക്യുലർ സൊസൈറ്റിക്ക് ചേരാത്ത കാഴ്ചപ്പാടാണ്. അപ്പോൾ അത്തരം കാഴ്ചപ്പാടിൻ്റെ ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോഴാണ് നമ്മൾ ഒച്ചത്തിൽ നമ്മുടെ ദേശസ്നേഹം നമ്മുടെ ഈമാൻ്റെ ഭാഗമാണ്, നമ്മൾ ദേശീയ മുസ്ലിമാണ് എന്ന് പറയേണ്ടി വന്നത്, അല്ലെങ്കിൽ അത് ഒച്ചത്തിൽ ആവർത്തിക്കേണ്ടി വന്നത് ഈ തീവ്ര ഗ്രൂപ്പുകൾക്കെതിരായിട്ടുള്ളൊരു ക്യാമ്പയിൻ എന്ന നിലയിലാണ്. അപ്പം അവർക്ക് എതിരായിട്ടാണ് അതിശക്തമായ ഒരു നിലപാടാണ് ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടുള്ള നിലപാടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും വലിയ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ച ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട, പക്ഷെ ഇതിനൊക്കെ തുടക്കം കുറിച്ചത് AP അബ്ദുള്ള കുട്ടിയാണ് എന്നുള്ള ഒരു രീതിയിലാണ്. കാരണം താങ്കൾ എപ്പോഴും ഈ ഒരു സംവിധാനത്തിനെതിരെ അതിശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെയുള്ള AP അബ്ദുള്ള കുട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അതിശക്തമായ നിശിതമായ വിമർശനങ്ങൾ ഇങ്ങനെ ഉയർത്തി വിടുന്നത്. അതിപ്പോൾ സമൂഹത്തിൽ ആകെ ചർച്ചയുമാണ്. ഇപ്പോൾ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയെ കണക്ട് ചെയ്ത് വലിയ രീതിയിലുള്ള വാർത്തകൾ. എന്താണ് ജമാഅത്തെ ഇസ്ലാമി ശരിക്കും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമി സലഫി എന്നൊക്കെ പറഞ്ഞിട്ട് വഹാബിസം, മൗദൂദിസം എന്ന് പറയുന്ന തീവ്ര ആശയങ്ങൾ ഇസ്ലാമിക ലോകത്തുണ്ട്. സൗദി പോലും ഇപ്പം വഹാബിസത്തിനെതിരാണ്. ലോകത്തിലെ പല രാജ്യങ്ങളും മൗദൂദിസത്തെ തള്ളിപ്പറയുന്നു. ഈ മൗദൂദിസത്തെ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക, ഇസ്ലാമിക ഭരണം ഉണ്ടാക്കുക എന്നാണ് ലളിതമായി അവരുടെ പ്രത്യയശാസ്ത്രം. അപ്പോൾ അതിൻ്റെ ഒരു ആശയം ഇവിടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. ഇപ്പോൾ എനിക്കുള്ളൊരു പേടി, ഞാൻ ഭയപ്പെടുന്നത്, ഡൽഹി സ്ഫോടനത്തിന് നേതൃത്വം നൽകിയത് നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ഡോക്ടർമാരാണ് മുസ്ലിം സമുദായത്തിൽ. പക്ഷേ അവരുടെ രൂപം കണ്ടാൽ അറിയാം അവർ മനുഷ്യൻ്റെ രൂപമല്ല, ശൈത്താൻ്റെ രൂപമാണ്. ഇപ്പോൾ ഉമർ നബി എന്നാണ് ഒരുത്തൻ്റെ പേര്. അതേ ഗ്രൂപ്പ്, അതേ തലത്തിൽ കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമി വിസ്ഡം എന്നൊക്കെ പറഞ്ഞിട്ട് സംഘടന ഉണ്ടാക്കി പ്രൊഫഷണൽസിനെയും ഡോക്ടർമാരുടെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് അവർ നടത്തുന്നത്. അവിടെ അവർ നടത്തുന്നത് ഇസ്ലാമിക ഭരണം രാജ്യം വന്നാൽ മാത്രമേ നമ്മുടെ നിസ്കാരം ശരിയാകുന്നൊക്കെ ആണ് അവർ പ്രസംഗിക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അത് വലിയ അപകടമാണ്. നമ്മുടെ രാജ്യത്ത് അതൊരു വലിയ അപകടം. ഇപ്പം നക്സലൈറ്റുകൾ തൊഴിലാളികളുടെ സർവാധിപത്യമാക്കണം,
കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഭരണം നടക്കണം, ജനാധിപത്യം നമ്മൾ വിശ്വസിക്കുന്നില്ല, ഭരണഘടന വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ നൂറുകണക്കിന് ഗ്രാമങ്ങൾ കൈയടക്കി വെച്ച തീവ്ര ഗ്രൂപ്പുകളാണ്. അവരെ ഉന്മൂലനം ചെയ്തതുപോലെ ഈ ജമാഅത്തെ ഇസ്ലാമിയെയും തീവ്രവാദികളെയും നമ്മുടെ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇവിടെ PFIയെ പൊക്കിയെടുത്ത് ജയിലിൽ കൊണ്ടിട്ടതുപോലെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തെ പൊക്കിയെടുത്ത് ജയിലിൽ കൊണ്ടിടണമെന്നാണ് നരേന്ദ്രമോദിയോടും അമിത്ഷാജിയോടും ഒരു 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 വിനീതമായ അഭ്യർത്ഥന എനിക്ക് നിങ്ങളുടെ ഈ ചാനലിലൂടെ മുന്നോട്ട് വെക്കാം. ഈ കാര്യം താങ്കൾ ദേശീയ ഉപാധ്യക്ഷൻ കൂടിയാണ്. ഈ കാര്യങ്ങളൊക്കെ അവരുടെയൊക്കെ ശ്രദ്ധയിലുണ്ടോ ശരിക്കും? ശ്രദ്ധയിൽ ഞങ്ങളെ എല്ലാ ചർച്ചകളിലും മറ്റും ഈ വിഷയം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, ഒരു ഗവൺമെൻറ്റിന് ഒരു തീരുമാനം എടുക്കുന്നതിന് ചില പ്രൊസീജറും ചില നടപടിക്രമങ്ങളും ഉണ്ട്. ഈ രാജ്യത്തെ ഏറ്റവും അപകടകാരികളാണ് ജമാഅത്തെ ഇസ്ലാമികൾ. ഒരു അന്വേഷണം അതിൽ നടക്കുന്നുണ്ട്, ഒരു കാര്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറേ ഇലക്ഷൻ മത്സരിച്ചിട്ടുള്ളതാണ്. പക്ഷേ വളരെ ആരംഭത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് ഈ ശക്തമായ നിലപാട് എടുക്കുന്നത് കൊണ്ടാവാം ഞാൻ CPMൽ മത്സരിച്ചപ്പോഴും കോൺഗ്രസ്സിൽ മത്സരിച്ചപ്പോഴും ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമി എന്നെ പിന്തുണച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ മുല്ലപ്പള്ളിക്കായിരുന്നു അവർ പിന്തുണ കൊടുത്തത് 2 തവണയും. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ഞാനാണ് ജയിച്ചത്. അതിനുശേഷം ഞാൻ MP ജയരാജനെതിരെ മത്സരിച്ചു MLA ആയിട്ട്. അന്ന് MP ജയരാജനാണ് ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചത്. ഞാൻ കടന്നപ്പള്ളി രാമചന്ദ്രനെതിരെ മത്സരിച്ചു. അന്ന് കടന്നപ്പള്ളിക്കാണ് ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചത്. അവരൊരിക്കലും എന്നെ പിന്തുണക്കാറുമില്ല. കാരണം എൻ്റെ നിലപാട് വളരെ ഷാർപ്പാണ്, വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയും SDPയും 2 തട്ടിൽ വെക്കുകയാണെങ്കിൽ ഏതാണ് കൂടുതൽ അപകടകാരി? അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സൈലൻ്റായിട്ടുള്ള ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഈ PFIയെയും സുഡാപ്പിയെയും ഒക്കെ സൃഷ്ടിച്ചത്. ഇതിൻ്റെ ഏറ്റവും വലിയ അപകടകാരികൾ ജമാഅത്തെ ഇസ്ലാമിയാണ്. അവരുടെ ഒരു ചെറിയ രൂപങ്ങൾ മാത്രമാണ്. അവരെങ്ങനെ ഒരു രാഷ്ട്രീയ സംഘടനയായാലും എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ കണ്ടത്. ഒരു അജണ്ട തീരുമാനിക്കുന്ന ഒരു ശക്തിയായി ഈ മാറുന്നുണ്ടോ ജമാഅത്തെ ഇസ്ലാമി? കാരണം ഇപ്പോൾ CPM BJP ഡീൽ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യം ഉയർന്നു വന്നത് ഈ ഒരു ക്യാമ്പിൽ നിന്നാണെന്നാണ് കരുതുന്നത്. അല്ല, അവർ സത്യത്തിൽ കുറച്ച് ബുദ്ധിജീവികളുടെയൊക്കെ, ഞാൻ പറഞ്ഞല്ലോ, പ്രൊഫഷണലുകളും അതുപോലെ തന്നെ സമൂഹത്തിൽ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കാൻ പറ്റുന്നൊരു ഗ്രൂപ്പാണ്. അവർക്ക് മീഡിയയുണ്ട്, അവർക്ക് പത്രങ്ങളുണ്ട്, അവർക്ക് വലിയ വലിയ പ്രസിദ്ധീകരണശാലകളുണ്ട്, പുസ്തകങ്ങളുണ്ട്. അപ്പം ഒരു ഐഡിയോളജിക്കൽ രംഗത്താണ് അവരുടെ പ്രവർത്തനം. അപ്പം അജണ്ട നിശ്ചയിക്കുന്നതിലൊക്കെ അവർക്ക് വലിയ പങ്കുണ്ട്. ഒരുപക്ഷെ ഈ PFIയെ ഒക്കെ അല്ലെങ്കിൽ SDPയെ ഒക്കെ ഈ ഇത്രമാത്രം രാജ്യദ്രോഹികളാക്കി മാറ്റുന്ന ആശയ കേന്ദ്രം, അതിൻ്റെ ക്യാപ്സ്യൂളുകൾ സൃഷ്ടിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ്. വളരെ അപകടകാരികളാണ്. അവരെ ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം. നക്സലൈറ്റുകളെ ഉന്മൂലനം ചെയ്തതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഉന്മൂലനം ചെയ്യാൻ അമിത്ഷാജിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ അത്യാവശ്യമാണ്. ഈ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഒരു വിജയത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പങ്കുണ്ടോ ശരിക്കും? സത്യത്തിൽ എനിക്ക് വളരെ വളരെ സങ്കടവും പ്രതിഷേധവും VD സതീശനെ പോലുള്ള ഒരു നേതാവ്, പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിനെ ന്യായീകരിച്ചതിലാണ് എനിക്ക് സങ്കടം. എല്ലാ വിഷയത്തിലും എനിക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയറായ നിലപാടുണ്ട് എന്നൊക്കെ സ്വയം പൊക്കി പറയുന്ന ആളാണ് അദ്ദേഹം. പക്ഷേ മിസ്റ്റർ VD സതീശൻ, ജമാഅത്തെ ഇസ്ലാമി മാറിയിരിക്കുന്നു, അവരിപ്പോൾ ഇസ്ലാമിക സ്റ്റേറ്റിൻ്റെ പൊളിറ്റിക്സിൻ്റെ ആളല്ല എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ അസംബന്ധമായിപ്പോയി, നിങ്ങൾ കാണിച്ച ഏറ്റവും വലിയ വിവരക്കേടായിപ്പോയി. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തോടും മനുഷ്യ സമൂഹത്തോടും മനുഷ്യകുലത്തോടും ചെയ്ത വലിയ അനീതിയായിപ്പോയി. നിങ്ങൾ VD സതീശൻ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആ നിലപാട്, ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിലപാട് തിരുത്തണം എന്നാണ് VD സതീശനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവർ ഏറ്റവും വലിയ അപകടകാരികളാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ് CPMന്റെ ഏറ്റവും വലിയൊരു ക്യാമ്പയിൻ ഉണ്ടായത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുമ്പോൾ അത് മത ന്യൂനപക്ഷങ്ങൾക്കെതിരെ പറയുന്ന രീതിയിലേക്ക് ഒരു ധ്രുവീകരണം വന്നു. ഒരു LDFന് എതിരായ ഒരു വികാരം
ഈ മത ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായി. അതിൻ്റെ ഒരു ഗുണം UDFന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ CPM എടുക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ നിലപാട് അത് CPMന് ഈ ജമാഅത്തെ ഇസ്ലാമി വിരോധമൊക്കെ ഇപ്പോൾ തുടങ്ങിയതാണ്. അവർക്ക് മനസ്സിലായി അവരെ പോലെ ഈ ഇസ്ലാമിക തീവ്രവാദികളെ പ്രോത്സാഹിപ്പിച്ച് മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് അവർ ഈ മദനീനെ പ്രോത്സാഹിപ്പിച്ചത്, PDPനെ പ്രോത്സാഹിപ്പിച്ചത്, മദനീനെ പ്രോത്സാഹിപ്പിച്ചത്, PFIയെ ആദ്യം പ്രോത്സാഹിപ്പിച്ചതും അവരുമായി സഖ്യം ചേർന്ന ഇവരാണ്. സുഡാപ്പിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പോലെ ഒരു സഖ്യം ഉണ്ടായിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അവരിപ്പം പറയാൻ തുടങ്ങിയത് അവർക്ക് മനസ്സിലായി ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കഴിഞ്ഞാൽ അവരുടെ ഭാവി കട്ടപ്പുകയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ നടത്തുന്നത്. അതിലൊന്നും ആത്മാർത്ഥതയില്ല. അത് തൻ്റെ പിന്നെ തകർച്ചയിൽ നിന്ന് തിരിച്ചു വരാൻ ശ്രമം നടത്തിക്കൊണ്ടുള്ള ഒരു അവസാനത്തൊരു ശ്രമം മാത്രമായിരുന്നു. സത്യത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ശരിയായ നിലപാട്, കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടാണ് ആത്മാർത്ഥതയുള്ളത്. CPMൻ്റേത് വെറും കാപട്യാണ്.